എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം എല്ലാ പേരൻസും വളരെയധികം ആകാംക്ഷയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പരീക്ഷാ പേടി, അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ എക്സാം ഫിയർ എന്ന് നമ്മൾ പറയും. ഈ എക്സാമിനേഷൻ ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മാതാപിതാക്കൾക്കാണെങ്കിൽ ആകുലതയാണ്, ആങ്സൈറ്റി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, CBSE പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഫെബ്രുവരി 15 മുതൽ അവരുടെ ബോർഡ് എക്സാമായി. അതേപോലെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മാർച്ച് 1 മുതൽ പരീക്ഷയാണ്. ICSE സിലബസിലുള്ള കുട്ടികൾക്ക് ഫെബ്രുവരി 20. അപ്പോൾ നമ്മുടെ ഡേറ്റുകളെല്ലാം തന്നെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുള്ള ഒരു സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ടൈം പീരീഡ് ഇന്നിപ്പോൾ നമ്മൾ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോവാണ്. ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ സാധാരണ അത് ക്ലബ് ചെയ്യുന്നത് ന്യൂ ഇയർ ഈവായിട്ടാണ്. അപ്പോൾ ഡിസംബർ 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരെ ക്രിസ്മസിൻ്റെ ഒരു പുകിലായിരിക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ അഥവാ ന്യൂ ഇയറിൻ്റെ ഒരു ടൈം പീരീഡിൽ നമ്മൾ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവുക, അതുപോലെ ഷോപ്പിങ്ങിനും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾക്ക്, ഉല്ലാസ യാത്രകൾക്കൊക്കെ വേണ്ടി നമ്മൾ കുറേ ആളുകൾ പ്ലാനിങ്ങോട് കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈം പീരീഡിൽ അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളൊരു കാര്യം പറയാൻ പാടില്ല. ന്യൂ ഇയർ ആയാൽ തന്നെ നമുക്കറിയാം, ജനുവരി 1 മുടക്ക്, 1 കഴിഞ്ഞ് 2 പബ്ലിക് ഹോളിഡേ ആണ്, മന്നം ജയന്തി. അപ്പോൾ ഇതൊക്കെയും കഴിഞ്ഞിട്ട് നമ്മൾ ജനുവരി 3 എന്ന് പറയുന്നൊരു ഡേറ്റ് ആണ് ഇനി നമ്മൾ ബാക്ക് ടു അവർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുക. അപ്പോൾ ജനുവരി തൊട്ട് ഫെബ്രുവരി 15 എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ ആകെ കൂടി 45 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 45 ദിവസം നമ്മൾ ഈ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പരീക്ഷ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ബോർഡ് എക്സാമിനേഷൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമുക്കറിയാം, 10ാം ക്ലാസ്സിൻ്റെ ആയാലും +2ൻ്റെ ആയാലും ആ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടി സംസാരിക്കുക. ജീവിതകാലത്ത് നമ്മൾ എവിടേക്കെങ്കിലും ഒരു ജോലിക്കായിട്ട്, ഒരു ജോബ് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ബോർഡ് എക്സാം, അതായത് 10th ആയാലും +2 ആയാലും ആ ബോർഡ് എക്സാമിന് വേണ്ടതായിട്ടുള്ള ആ ഒരു റിസൾട്ട് ഏകദേശം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ അവർ നോക്കുന്നത്, HR മാനേജർ നോക്കുന്നത് അവർക്ക് മാർക്ക് എന്ന് പറയുന്നത് 80% അബവ് ആണോ. അപ്പോൾ ഒരു 84% ഓൺ ആവറേജ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 10th ആയാലും +2 ആയാലും 80% എന്ന് പറയുന്നത് ഒരു കടമ്പയാണ്. ആ കടമ്പ കടക്കുക, ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ കുട്ടികളും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റേറ്റ് ബോർഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ A+ ഉണ്ടോ എന്നാണ് ചോദിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ഒരു സ്കൂളിൽ അവർക്ക് +1 ജോയിൻ ചെയ്യാൻ പറ്റുക. +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമ്പസുകളിലേക്ക്, പലതരത്തിലുള്ള കോളേജുകൾ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ളത്, അവരൊരു പക്ഷേ എഞ്ചിനീയറിംഗ് ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, വക്കീലാവാനായിരിക്കാം, ഈവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തുമായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പേടി വരുന്നത് എന്താണ്? പരീക്ഷ അടുക്കാറായി, നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വരുന്ന ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് എക്സാമിനേഷൻ വരാണ്, പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ആങ്സൈറ്റി ഉണ്ടാവുക എന്ന് വിചാരിക്കാം. ആ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു കാരണവശാലും ഒരു തരത്തിലും നമ്മൾ ആകുലതപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആകുലത അല്ലെങ്കിൽ ആദ്യം മാറി പിന്നീട് വരുന്നതാണ് വ്യാധി. അതായത് നമുക്ക് ആ ആങ്സൈറ്റി കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ അസുഖങ്ങളിലൂടെ നമ്മുടെ ടൈം പലപ്പോഴുമായിട്ട് പോവാണ്.
ഞാൻ മെന്റർ ചെയ്യുന്ന പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, സാറേ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പനി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ദിവസം എന്റെ പോയില്ലേ എന്നുള്ള ഒരു ചിന്താഗതി ആ കുട്ടിയില് വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്തുണ്ടാവും, നമ്മളെ പ്രസന്റ് ടെൻസിൽ നിന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ആ തോട്ട് പ്രോസസ് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ സമയം പോയില്ലേ, ഞാൻ പ്ലാൻ ചെയ്ത എൻ്റെ ടൈം ടേബിൾ പോയില്ലേ എന്നുള്ള ചിന്താഗതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾ ഒഴിവാക്കുകയും നമ്മൾ പ്രസന്റ് ഇന്നിന്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ പ്രസന്റ് ടെൻസിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ ഇനിയുള്ള ടൈം പീരീഡ് വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോസ്പെരിറ്റി കിട്ടുക, സമാധാനത്തോടു കൂടി ഇനിയുള്ള ടൈം പീരീഡ്. പോയത് പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി നമുക്ക് കൊണ്ടുവരാണെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായി ആക്റ്റീവായിട്ട് ടു ദ പോയിന്റ് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാണ്. അപ്പൊ എന്തുണ്ടാവും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള വളരെ കുറച്ചുള്ള ദിവസങ്ങൾ, ആ വളരെ കുറച്ചുള്ള എണ്ണപ്പെട്ട ദിവസങ്ങള് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കണം അല്ലെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടക്കാണ്. എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? ഓൾറെഡി ജൂണിൽ തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ് അല്ലെ. ജൂൺ മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഡിസംബർ അവസാനത്തിലേക്ക് കടക്കാണ്. അതായത് 7ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കിടക്കാണ്. തീർച്ചയായിട്ടും ആ ഒരു 7 months നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് റിവൈസ് ചെയ്യാം. ഡേ ടു ഡേ നമ്മൾ ഒരു റിവിഷൻ പ്ലാൻ നമുക്ക് ഉണ്ടാവണം. ആ റിവിഷൻ പ്ലാനിൽ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളിൽ നമുക്കതിനെ 3ആയിട്ട് തരംതിരിക്കാം അല്ലെ. എന്താ 3ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്നത്? ചില പാഠഭാഗങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അല്ലെ. അതേപോലെ ചില ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, എന്നാലും അത് കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലാണ്, ടഫർ പാർട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലാത്ത ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി, ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമുക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതാണ് നമ്മൾ പറയുന്ന ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. ആ ഗ്രേ ഏരിയ നമ്മൾ ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാരണം ബോർഡ് എക്സാം നമുക്കറിയാം കൂടുതലായിട്ടും തിയറി ആസ്പെക്ട്സ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അവിടെ നമ്മൾ വേണ്ടത് എന്താണ്, ഒരു തരത്തിൽ കോൺസെപ്റ്റ് ലേൺ ചെയ്യുക എന്നുള്ള ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ആ ലേണിംഗ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? വളരെ ഈസി ആയിട്ട് നമ്മുടെ അധ്യാപകരോട് നമുക്കൊരു ക്വറി ചോദിക്കാനായിട്ട് പറ്റും അല്ലെ. ഇനി നമുക്ക് സംശയം കൂടുതലുണ്ട് അല്ലെ, ക്ലാരിറ്റി വളരെ കുറവാണ് എന്ന് ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള എല്ലാവിധ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ആ രീതിയിലായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിന്റെ പല ഡയമെൻഷനിലേക്ക് പോവാം. അവിടെയാണ് നമുക്ക് അനലോഗി എന്ന് പറയുന്ന കാര്യം അല്ലെ. അനലോഗി സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാം. പണ്ട് കാലത്ത് മലയാളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന് വളരെയധികം സന്തോഷിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും, പലരും പലതരത്തില് ആ രാജാവെ അങ്ങനെയാണ് സാങ്കൾ എന്നൊക്കെയും പറയും അല്ലെ. പണ്ട് നമുക്ക് കവിതകളിലൊക്കെയും പറയും അല്ലെ, മന്നവേന്ദ്ര വിളങ്ങുന്നു സൂര്യനെ പോൽ നിൻമുഖം അല്ലെ. അപ്പൊ സൂര്യന്റെ പോലെ ഉദയസൂര്യന്റെ ആ ഒരു പ്രഭാവത്തോടു കൂടി രാജാവിന്റെ മുഖം തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉദയസൂര്യനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, രാജാവിന്റെ മുഖത്തിന് തുല്യമായിട്ട് വെക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് പലതരത്തിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ തരത്തില് അനലോഗീസ് പഠിക്കാം. ആ അനലോഗീസ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഉദാഹരണമായിട്ട് എന്ത് പറയാം, ഒരു കാറ് റെയിൽവേ ട്രാക്കിന്റെ അവിടേക്ക് വരാണ്.
കാറ് റെയിൽവേ ട്രാക്കിന്റെ അവിടേക്ക് വരുന്നു, പക്ഷെ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ട്രെയിനിനാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ട്രെയിൻ അധികം കടന്നു പോവാണ്. ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞിട്ടോ നമുക്ക് ആ ഒരു പ്രയോറിറ്റി, കൂടുതൽ പ്രയോറിറ്റി ഉള്ള ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നീട് ഗേറ്റ് ഓപ്പൺ ചെയ്തു, കാറ് കടന്നുപോയി. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ററപ്റ്റ് എന്ന് പറയുന്ന ആശയം എന്താണെന്ന് മനസ്സിലാവാണ്. പ്രയോറിറ്റി കൂടുതലുള്ള സിഗ്നൽസിനെ കടത്തി വിടുന്നവരെ പ്രയോറിറ്റി കുറവുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പൊ അതേപോലെ നമുക്ക് പലതരത്തിലും ഉപമിക്കാനായിട്ട് പറ്റും അല്ലെ. ആ ഉപമിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നമ്മുടെ കോൺസെപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺസെപ്ഷൻ ലേണിംഗ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പഠിപ്പ് എന്ന് പറയുന്നത് ഒരു വിരസത തോന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണ് പഠിക്കാൻ എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ചിന്താഗതി നമുക്ക് എന്തുണ്ടാവാം, നമുക്ക് മാറ്റി നിർത്താം അല്ലെ. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങള് നമ്മുടെ പഠിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം. അങ്ങനെ പഠിപ്പിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടഫായിട്ടുള്ള വിഷയം ബയോളജിയാണ്. അവിടെ കക്കും കരണവും കിഡ്നിയും ബ്രെയിനും തലയും തലോട്ടേക്കും പഠിക്കാനുണ്ട് അല്ലെ. എനിക്ക് താല്പര്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഐ ഹാവ് നോ റൈറ്റ് നോട്ട് ടു കീപ് ദിസ് അലൂഫ് അല്ലെ. ഞാനത് മാറ്റി അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്യണം, എത്ര കഷ്ടപ്പെട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഗതി കെട്ട് എന്നുണ്ട്. തല എന്ന് പറയുമ്പോൾ ഒരു കോമാങ്ങ പോലെ ഒരു പടം വരച്ച് വെക്കുക, കിഡ്നി എന്ന് പറയുമ്പോൾ 2 കശുവണ്ടി വരച്ച് വെക്കുക അല്ലെ. ഹാർട്ട് എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് എന്നിട്ട് നമുക്ക് വാൽവും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ളത് പരീക്ഷയ്ക്കുള്ള വിഷയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ റിക്വയർമെന്റ് എന്താ, നമുക്ക് റിസൾട്ട് കൊണ്ടുവരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെ, എപ്പോഴും നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഹിന്ദി പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി സ്റ്റേറ്റ് സിലബസ് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ, സയൻസ്, അതുപോലെ മാത്സ് എല്ലാത്തിനും എന്താണ് നമ്മുടെ റിസൾട്ടിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, എല്ലാ വിഷയങ്ങൾക്കും നല്ല പ്രാധാന്യം കൊടുക്കുകയും, ഇപ്പൊ നമ്മൾ CBSE പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിൽ ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, LKG മുതൽ അവർക്ക് ആ ഒരു ഇംഗ്ലീഷിന്റെ ഒരു ടച്ചിലാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെയും ഇംഗ്ലീഷ് പിടിച്ചു കുത്തിയിരുന്നിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ഏതെങ്കിലും സ്റ്റോറീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സമ്മറി മാത്രം നമ്മൾ ഗോ ത്രൂ ചെയ്താൽ പിന്നെ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് സ്റ്റോറീസ് എഴുതാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കൊരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവരാനും ഈസി വേ ഓഫ് ലേണിംഗ് എന്നുള്ള രീതിയിലുള്ള മെത്തഡോളജി നമ്മൾ കൊണ്ടുവരാം. മാത്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർമുല ബുക്ക് ഉണ്ടാക്കാം. അപ്പൊ എല്ലാ ഫോർമുലാസും പഠിക്കാം അല്ലെ. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ sin 30 എന്ന് പറയുമ്പോൾ അപ്പർ ബ്രെയിനിൽ 1/2 എന്ന റിസൾട്ട് വരണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോർമുല ബുക്ക് ക്രിയേറ്റ് ചെയ്തു. ഫിസിക്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ഉണ്ടാവണം അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫോർമുല ബുക്ക് അങ്ങനെയുള്ള മെത്തഡോളജീസ് നമ്മൾ കറക്റ്റ് ആക്കുക. നമ്മുടെ ടൂൾ നമ്മൾ ക്ലിയർ ആക്കുക. പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നല്ലൊരു ഐഡിയ കിട്ടും അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂടിയുള്ള 2 ശരിയുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ആ സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സിലബസിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരാം. രണ്ടാമത്തെ കാര്യം എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു പാറ്റേണും കിട്ടി. അപ്പൊ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല രീതിയിൽ സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും അത് ഉറപ്പുവരുത്താം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നട്ട്ഷെൽ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യമാണത് അല്ലെ. എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 കാര്യത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഏതൊരു പരീക്ഷേനെയും പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അല്ലേ.
അതായത് നമ്മളൊരു പരീക്ഷയുടെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഒന്നോ രണ്ടോ പരീക്ഷ ഏറ്റവും ആദ്യം തന്നെ നമ്മളൊന്ന് ട്രയൽ റൺ പോലെ ചെയ്ത് നോക്കുക. പരീക്ഷേൻ്റെ ഒരു ടൈം ഉണ്ടാവും അല്ലേ? ആ പരീക്ഷേൻ്റെ ടൈം പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഴുതി തീരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഒരു എക്സാമിനേഷൻ എഴുതുന്നതിനെക്കാട്ടി മുൻപ് ഒരു പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന ഫീല് പോലെ നമ്മളൊരു പരീക്ഷ പാനും പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചുള്ള പരീക്ഷകൾ നമ്മള് നിരവധി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ഫ്രീക്വന്റ് ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കപ്പാസിറ്റി എന്താണ്, ഞാൻ ഇതുവരെ എന്താണ് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് 80% അബവ് മാർക്ക് ഓരോ സബ്ജക്റ്റിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പരീക്ഷേനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കലും ഒരു കുറുക്കുവഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വളരെ പോസിറ്റീവായി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളൊരു പരീക്ഷേനെ അഭിമുഖീകരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ടെൻഷനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ടെൻഷനും അതുപോലെ പേടി, പരീക്ഷയുടെ സമയത്ത് ആകെ വയറുവേദന, തലവേദന, ഇതൊക്കെ എന്താ കാര്യം? എന്തായാലും ഈ പറയുന്ന ഡേറ്റ് ഫെബ്രുവരി 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE പിള്ളേർക്ക് പരീക്ഷയായി. നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതേപോലെ മാർച്ച് 26 എന്ന് പറഞ്ഞാൽ +2 കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഡേറ്റ് എക്സാം കഴിയുന്ന ഒരു ടൈം പീരീഡ് നോക്കി പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരുന്നൂടെ? ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ആ ടൈം പീരീഡ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ? എനിക്കാണ് അതിന്റെ ഗുണം. നാളെ ഭാവിയിൽ ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും തല നിർത്തി വെച്ച് എനിക്ക് ഫുൾ A+ ഉണ്ട്, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഗഡ്സ് ആണ് അല്ലേ? അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ നോക്കുക. ഒരു കാരണവശാലും ടെൻഷൻ വെച്ചിട്ട് കാര്യമില്ല. ഒരു ചാപ്റ്റർ പഠിച്ചില്ല എന്ന് വെക്ക്, പോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ അയ്യോ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പരീക്ഷയ്ക്കും ഇത് ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ പഠിക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ വിശ്രമം ഉണ്ടാവണം, ഉറങ്ങണം, നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി വെള്ളം കുടിക്കണം. അങ്ങനെ നമ്മളുടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അതിനെ നല്ല രീതിയിൽ സിങ്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പഠനമായിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെയുള്ള ആ കുറച്ച് ദിവസം മക്കളെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.